നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് പല മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നവരാണല്ലേ. ഭയങ്കര ടെൻഷനും, എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് പോലും അറിയാൻ വയ്യാതെ വെറുതെ ടെൻഷൻ അടിക്കുന്ന സ്ത്രീകളുമുണ്ട് അല്ലേ. അതിനൊക്കെ കാരണമുണ്ട്. ഇങ്ങനെ വെറുതെ അല്ല ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് പോലെ, വെറുതെ ഇങ്ങനെ ടെൻഷൻ വരുന്നതും ഒക്കെ വെറുതെ അല്ല. അതൊക്കെ നമ്മളൊരു ചെറിയ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പല സ്ത്രീകളും ഉണ്ട്. കാരണം അതിനെപ്പറ്റി അറിയില്ല. ഭയങ്കരമായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടാണ് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ മനസ്സിലാക്കാനും ആരുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ പുറത്തു വരാനുള്ളതേ ഉള്ളൂ. പക്ഷെ ആരും അത് മനസ്സിലാക്കുന്നില്ല. വീട്ടമ്മമാരെ സംബന്ധിച്ച് രാവിലെ നേരം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തുടങ്ങുന്ന ജോലികൾ, വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്ത് അവർക്ക് ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കാത്ത വീട്ടമ്മമാരാണ് അല്ലേ. പല വീട്ടമ്മമാരും ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കാതെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല. കിട്ടുന്നതോ അവഗണന മാത്രം. ചോദിക്കുന്നത് എന്താ? എന്താ ഇവിടെ ഇത്ര വലിയ പണി? എന്താ ഇവിടെ വലിയ പണി? ഈ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നതാണോ ഇത്ര വലിയ പണി എന്നാണ് ചോദിക്കുക. ഇത് കേൾക്കുമ്പോൾ മനസ്സിനങ്ങ് തളർത്തി കളയുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇതിങ്ങനെ പലപ്പോഴായി കേട്ട് വരുമ്പോഴത്തേന് മാനസികമായിട്ട് വല്ലാതെ തളർന്നു പോവുകയാണ്. ഭയങ്കര നിരാശയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അങ്ങനെയുള്ളവരൊക്കെ ഈ വലിയൊരു ഡിപ്രഷനിലേക്ക് പോകാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. പെട്ടെന്ന് എല്ലാ കാര്യത്തിനും വളരെ ആക്റ്റീവായിട്ട് ഇങ്ങനെ ഉള്ള ഒരാൾ പെട്ടെന്ന് പതുക്കെ എല്ലാ കാര്യത്തിൽ നിന്നൊന്ന് വിട്ട് നിൽക്കുക, പുറകോട്ട് പോകുന്ന ഒരവസ്ഥ. പിന്നെ വെറുതെ ഇങ്ങനെ ടെൻഷനാകുക. എന്തിനാണ് ടെൻഷൻ ആകുന്നതെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ ടെൻഷനായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, വല്ലാത്ത നിരാശ തോന്നുന്ന ഒരവസ്ഥ, വല്ലാത്ത ശൂന്യത തോന്നുന്ന ഒരവസ്ഥ, ഒറ്റപ്പെടൽ തോന്നുന്ന ഒരവസ്ഥ. ഇങ്ങനെയൊക്കെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അവരിതൊന്നും ആരോടും തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അല്ലെ തന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ഇങ്ങനെ ചിന്തിച്ച് ഭയങ്കരമായിട്ടുള്ള നിരാശയിലേക്ക് ഇങ്ങനെ ഓരോ ദിവസവും പൊയ്ക്കൊണ്ടിരിക്കുന്നവരും ഉണ്ട്. പണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ട് വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒന്നിനും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഒന്നും എന്തു പറയുന്നു, ഒന്നും വ്യക്തമായിട്ടൊന്നിനും ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഉള്ള മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. ഞാനങ്ങനെ ഒരാളായിരുന്നു. ഞാൻ നേരത്തെ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ വരും. എന്തിനാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നതെന്നോ, എന്തിനാണ് ഇങ്ങനെ വല്ലാതെ ഈ ദേഷ്യം വരുന്നതെന്നോ ഒന്നും എനിക്കറിയില്ല. എന്തിനാണ് ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നതെന്ന് എനിക്ക് പോലും അറിയാതെ ഞാനങ്ങ് ദേഷ്യപ്പെടാറുണ്ട്. ചില സമയത്ത് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ. പിന്നെ ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കാൻ തോന്നുന്ന ഒരവസ്ഥ. ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. എന്ത് കഴിച്ചാലും പിന്നെ ഫുഡ് വേണം, ഫുഡ് കഴിക്കണം എന്നൊക്കെ. അപ്പോൾ ഈ ടെൻഷൻ ഇങ്ങനെ കൂടുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഓവറായിട്ട് ഫുഡ് കഴിക്കാൻ ഇങ്ങനെ തോന്നുന്നത്. അപ്പം ഞാനിങ്ങനെ ഓവറായിട്ട് ഫുഡ് കഴിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു മാനസികാവസ്ഥയിലൂടെ ഞാനിങ്ങനെ കടന്നു പോകുന്ന ഒരാളായിരുന്നു. ആവശ്യമില്ലാത്ത ടെൻഷൻ, ഭയങ്കര ഒറ്റപ്പെടൽ, ആരോടും അധികം സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തൊരവസ്ഥ. ആരെങ്കിലും എന്നോടൊന്ന് സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഞാനങ്ങ് ഒഴിഞ്ഞു മാറിപ്പോകുന്നൊരവസ്ഥ. പക്ഷെ ഞാൻ അങ്ങനെ ഒരാളായിരുന്നില്ല. എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ഇടിച്ചു കയറി സംസാരിക്കുന്ന ഒരാളായിരുന്നു.
പെട്ടെന്നാണ് ഓരോന്നിൽ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരുന്നത്. ഓരോ ദിവസവും ഇങ്ങനെ ഓരോരോ മാറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നെനിക്ക് തന്നെ അങ്ങ് തോന്നി. അപ്പം ഞാൻ ഇപ്പോൾ ചെറിയൊരു ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന ഒരാളാണ്. അത് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിന് ചെറിയ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ ട്രീറ്റ്മെൻറ്റിന് ചെല്ലുന്ന സമയത്ത് ഡോക്ടർ ഇങ്ങനെ പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ വ്യക്തമായിട്ടൊന്നിനും ഒരു ഉത്തരം അങ്ങോട്ട് പറയാറില്ല. കൈ വേദനയുണ്ടോ, കാലിന് വേദനയുണ്ടോ, അല്ലെങ്കിൽ നീര് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരൊറ്റ മൂളിച്ച മാത്രമല്ല വേദനയുണ്ട് അത്ര മാത്രമേ പറയുള്ളൂ. പക്ഷേ എൻ്റെ ശരീരത്തിന് അതിഭയങ്കര വേദനയുള്ള ഒരു അസുഖമാണ് ഈ സന്ധിവാതം എന്ന് പറയുന്ന ഈ അസുഖം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഈ അസുഖം വന്നതുകൊണ്ടാണോ എനിക്ക് ഇങ്ങനെയുള്ള ടെൻഷൻ ഉണ്ടായത് അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷൻ, എപ്പോഴും ടെൻഷനാണ്. ഒരു കാര്യത്തിലും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തുള്ളൊരു അവസ്ഥയായിരുന്നു. ഞാനന്നേരം പല പ്രാവശ്യം ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ഞാൻ പിന്നെ ലാസ്റ്റ് ഡോക്ടറെ അടുത്ത് സംസാരിച്ചു. ഡോക്ടറെ, എനിക്ക് ഇന്നപോലൊരു പ്രശ്നമുണ്ട്, എനിക്ക് ആവശ്യമില്ലാത്ത ഇങ്ങനെ എന്താണെന്നറിയില്ല, അത് എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എപ്പോഴും അങ്ങ് നിരാശയാണ്, ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു തോന്നലാണ് എനിക്ക് ആരുമായിട്ടും കൂടുതൽ സംസാരിക്കുന്നതൊന്നും വലിയ ഇഷ്ടമായിട്ട് തോന്നുന്നില്ല. എനിക്ക് എല്ലാവരും എന്നോട് സംസാരിക്കാൻ വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ ഡോക്ടറോട് എൻ്റെ കാര്യങ്ങൾ ഞാനിങ്ങനെ ഓപ്പണായിട്ട് സംസാരിച്ചു. അത് മൊത്തം ആ ഡോക്ടർ കേട്ടു. എന്നോട് പറഞ്ഞു, ഇനിയും സംസാരിക്കും, ഇയാളുടെ പ്രശ്നങ്ങൾ മൊത്തം എന്നോട് പറ എന്ന് പറഞ്ഞു. ഞാൻ കുറേ സമയം, ഒരു അരമണിക്കൂറിന് മുകളിൽ ഇരുന്ന് ഈ ഡോക്ടറായിട്ട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിനൊക്കെ ഭയങ്കര ഒരു റിലാക്സ് ആകുന്നത് പോലെ എനിക്ക് തന്നെ അത് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു ടെൻഷനൊക്കെ ഒന്ന് മാറി വരുന്ന പോലെ വല്ലാത്തൊരു ഒരു പോസിറ്റീവായിട്ടൊരു ഇതെനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. ഒരു ആശ്വാസം എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ആരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ, നമുക്കുണ്ടാകുന്ന ഈ ഫീലിങ്സൊക്കെ നമ്മൾ ആരോടെങ്കിലും കുറേ സമയം ഒന്ന് സംസാരിച്ചാൽ നമുക്കത് കുറേയൊക്കെ ഒരു മാറ്റം വരും. പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നേരത്തെ എല്ലാ കാര്യത്തിനും ശ്രദ്ധിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് എല്ലാത്തിൽ നിന്നും പുറകോട്ട് വലിയുമ്പോഴും അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അവരെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ ഇതിൽ നിന്നൊക്കെ അവർക്കും പുറത്ത് വരാനായിട്ട് പറ്റും. പിന്നീട് ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഞാനൊന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് പിന്നെ ചിന്തിച്ചിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. അത് വീട്ടിലുള്ള ആരാണെങ്കിലും ഒന്ന് ഒരു ശകലം നേരം അവരെ ഒന്ന് കേൾക്കാനായിട്ടുള്ളൊരു മനസ്സ് കാണിച്ചാൽ മതി. ഇതിൽ നിന്നൊക്കെ അവർ റിലീഫായിട്ട് അവരും പുറത്തു വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ശരിക്കും ഒരു ഡോക്ടറെ തന്നെ കാണുക, ഡോക്ടറെ അടുത്ത് സംസാരിക്കുക. ട്രീറ്റ്മെൻറ്റ് എടുക്കണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ അത് ഡോക്ടർ പറയും. പക്ഷേ നമ്മൾ കുറേ സമയം ചിലപ്പോൾ നമുക്ക് വീട്ടുകാരോട് പോലും സംസാരിക്കാൻ തോന്നത്തില്ലായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരുന്ന സമയത്ത് നമുക്ക് അധികം ഫ്രണ്ട്സിനോട് പോലും നമുക്കധികം സംസാരിക്കാനോ അവരുടെ പ്രസൻസ് പോലും നമുക്ക് ഇറിറ്റേറ്റായി തോന്നുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാം. അപ്പം നമ്മൾ ശരിക്കും നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് പോവുക, നമ്മൾ കുറേ സംസാരിക്കുക, ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇതിൽ നിന്ന് പുറത്തു വരിക. നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേജിലാണെന്ന് നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക. ഡോക്ടറെ കാണുക, ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, കുറേ കൗൺസിലിങ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് പോവുക. വീട്ടിലുള്ളവരും
അവരെയും ചേർത്ത് നിർത്തുക, ഇതിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവരിക. ഇതിനകത്ത് ഇങ്ങനെ ഈ ടെൻഷനും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർ നേരിടുന്ന വലിയ മാനസിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. അത് മനസ്സിലാക്കുക, അവരെയും ചേർത്ത് നിർത്തുക. ഒരു സെക്കൻഡ് സമയത്ത് ഒരു ചേർത്ത് നിർത്തൽ അവർക്കതൊരു വലിയ ആശ്വാസമാവും. തക്ക സമയത്ത് ട്രീറ്റ്മെൻറ്റിന് പോവുക, കൗൺസിലിങ്ങിന് പോവുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.